So, good morning from Uslampeti. So, day 2 of the tour series. ഇന്നലെ നൈറ്റ് ഒരു ബംഗിൽ ടെൻ്റൊക്കെ പിച്ച് ചെയ്ത് സ്റ്റേ ചെയ്ത് മോർണിംഗ് ടീ കുടിച്ചിട്ട് ഇനിയും ഇവിടെ നിന്ന് ഏകദേശം 73 കിലോമീറ്റേഴ്സ് ഉണ്ട് തേനി. ലെറ്റ്സ് സീ ഹൗസ് ദ ഡേ ഗോയിങ് ഓൺ. ഇനി ഇവിടുന്ന് കമ്പം തേനി റൂട്ടാണ് ക്യാച്ചപ്പ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ ഹൗസ് ഗോയിങ് ഓൺ. ആൻഡ് ഈ റൂട്ട് എനിക്ക് തോന്നുന്നു കുറച്ചൊരു 4-5-6 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് തിരിച്ച് സെയിം റൂട്ട് തിരിച്ചു പോകുന്നത്. ലെറ്റ്സ് സീ ഹൗ ദ റൂട്ട് കാര്യങ്ങളെല്ലാം എപ്പോഴുണ്ടെന്ന് നമുക്ക് പോയി നോക്കാം. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി ടെൻ്റ് അടിച്ചേക്കുന്നത് പോണ വഴിക്കുള്ള ഒരു പെട്രോൾ ബങ്കിലാണ് ടെൻ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പിച്ച് ചെയ്തേക്കണേ. ആൻഡ് ഇത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഡെക്കാത്ലോൺ ലോഞ്ച് ചെയ്ത MH100 എന്ന് പറഞ്ഞ ടെൻ്റാണ്. എൻ്റെ പഴയ ടെൻ്റ് കാര്യങ്ങളെല്ലാം നാശമായി പോയ കാരണം ഇപ്പോൾ പുതിയൊരു ലേറ്റസ്റ്റ് ടെൻ്റ് എടുത്താണ്. ഈ ടെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്, കാരണം ഉള്ളിലേക്ക് അധികം ലൈറ്റ് വരില്ല. സോ അതൊരു ഫീച്ചറായിട്ട് ഡെക്കാത്ലോൺ എടുത്തിട്ടുണ്ട്. ആൻഡ് വെന്റിലേഷൻ നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചറിൽ അടിപൊളിയായിട്ടാണ് എനിക്ക് ടെൻ്റ് കാര്യങ്ങളെല്ലാം ഫീൽ ആവുന്നത്. ആൻഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 300 സംതിങ് കിലോമീറ്റേഴ്സ് കവറപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ 300 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് മോസ്റ്റ്ലി റൈഡിങ് ഇൻ ദ നൈറ്റ് ആയിരുന്നു. പോണ്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത നൈറ്റ് ആൻഡ് ഓവർ നൈറ്റ് ടെൻ്റ് ഉണ്ടായിരുന്നില്ല. സോ ഒരു ബസ് സ്റ്റോപ്പിൽ കാര്യങ്ങളാണ് കിടന്നുറങ്ങിയത് ദ ഫസ്റ്റ് ഡേ. ആൻഡ് സെക്കൻഡ് ഡേ ആണ് ഇന്ന്. സോ ഇന്നിപ്പോൾ ടെൻ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ ഇത്രയാണ് ലൈക്ക് ട്രാവലിങ്ങിൻ്റെ ഒരു ഇപ്പോഴത്തെ കറണ്ട് അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം. ആൻഡ് ബൈക്ക് ക്ലാസിക് 350. സോ ഇതെൻ്റെ പഴയ ബൈക്കാണ്. ആക്ച്വലി ഒരു 3 ഇയേഴ്സ് ലൈക്ക് ഒളിവിലായിരുന്നു ബൈക്ക്. ഇപ്പോഴാണ് പുറലോകം കാര്യങ്ങളും കാണുന്നത്. ഗ്യാരേജിൽ ലോക്കായിട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ബാംഗ്ലൂർ പോയിട്ട് എടുത്തുകൊണ്ടെന്നാണ്. സംഭവം അടിപൊളിയാണ്. ലൈക്ക് ബാക്ക് ടു ഹിമാലയനിൽ നിന്ന് 450-650 cc നിന്ന് ബാക്ക് ടു 350 cc ക്രൂസിങ് ചെയ്യാനായിട്ട്. പലരും പറയും ലൈക്ക് ക്ലാസിക്കിൽ പോകാൻ പറ്റില്ല, ഒത്തിരി ദൂരം പോകാൻ പറ്റില്ല. ബട്ട് ഇതിൽ ഞാൻ ഓൾമോസ്റ്റ് കുറേ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പോകാൻ പറ്റും. ലൈക്ക് നമ്മുടെ മൈൻഡാണ് എങ്ങോട്ട് പോകണം എന്നുള്ളത്. ആൻഡ് ബൈക്കിൽ വലിയ ഫീച്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മൈൻഡ്. അത്രേ ഞാൻ കണക്ക് കൂട്ടുന്നുള്ളൂ. ഒരു അടിപൊളി സൺസെറ്റ്, മലയുടെ ലൈക്ക് തൊട്ടപ്പുറത്തും ചുറ്റിനും മലകളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുന്ന് ഒരു അടിപൊളി സൺസെറ്റ് കാര്യങ്ങളെല്ലാം ക്യാച്ചപ്പ് ചെയ്ത് ഒരു ടീ കാര്യങ്ങളെല്ലാം കുടിച്ച് ഇവിടെ നേരെ കമ്പം തേനി റൂട്ടിൽ ക്യാച്ചപ്പ് ചെയ്യും. ആൻഡ് മാക്സിമം 24th ലൈക്ക് കേരളത്തിലേക്ക് റീച്ച് ആവണം. ഇന്ന് ലൈക്ക് 23rd of April. இது வந்து டெக்காத்லானோட டென்ட் தான் ஆக்சுவலி. இப்போ நான் ட்ராவல் பண்ணும்போது இதில் வந்து ஸ்டே பண்ணிட்டேன்னா எனக்கு வந்து என்னோட எக்ஸ்பென்ஸெல்லாம் கட் டவுன் ஆகுது, ரொம்ப செலவு வராது. ஸோ ஹோட்டலில் தங்கிட்டேன்னா மேக்ஸிமம் ஒரு 500 rupees வருவாங்க ஒரு நாளைக்கு மினிமம். ஸோ எனக்கு 500 rupees ஃபுட் சாப்பிடலாம். நான் இப்போ இதில் ஸ்டே பண்ணுறேன்னா எனக்கு ஃபுட்டுக்கு காசு அதில் ஸ்டே காசு கொடுக்க வேணாம்ல. ஸோ இது வந்து நமக்கு ஒரு 5 வருஷத்தை யூஸ் பண்ணலாம். மேக்ஸிமம் 5 வருஷம் யூஸ் பண்ணலாம். கேரளா பாண்டியில செட்டிலா இருக்கு. நான் இப்ப என்னோட ஊருக்கு போறேன். பாண்டியில செட்டிலா இருக்கு. ஆரோவில் பாண்டிச்சேரி இருக்குல்ல, ஆரோவில் அங்கே நான் செட்டிலாக இருக்குது. நான் இப்போ ஊருக்கு போகிறேன் ஒரு 2 days கொஞ்சமாக இருக்குங்க. அங்கே நான் ஃப்ரெண்ட் ப்ராப்பர்ட்டியில் ஸ்டே பண்ணுறேன். എപ്പോഴുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംവർ മിഡ് ഓഫ് കമ്പം തേനി റൂട്ടിലാണുള്ളത്. ആൻഡ് ദ ഫസ്റ്റ് തിങ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ലൈക്ക് പ്രത്യേകിച്ച് മോട്ടോർ സൈക്ലിംഗ് റൈഡ് ചെയ്യുമ്പോൾ എത്ര പേര് ശ്രദ്ധിക്കാറുണ്ടെന്ന് എനിക്കറിയില്ല. സോ കറൻ്റ്ലി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അറൗണ്ട് ഒരു 500+ ലാസ്റ്റ് സർവീസ് ചെയ്ത ശേഷം 500+ കിലോമീറ്റേഴ്സ് ഇപ്പോൾ റൈഡ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ്. സോ ചെയിൻ ഫുൾ ലൈക്ക് എന്താ പറയുക, ചെയിൻ്റെ ഉള്ളിൽ ഫുൾ അഴുക്കായി ഇട്ടിരിക്കുകയാണ്. സോ നമ്മൾ ചെയിൻ്റെ ഉള്ളിൽ അത്രയും അഴുക്ക് വെച്ചിട്ട് കുറേ ലോങ് പോകുമ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്ന പല രീതിക്ക് അത് എഫക്റ്റ് ചെയ്യും. ലൈക്ക് ചെയിൻ ലൈക്ക് ലൈഫ് കുറഞ്ഞു വരും, പിന്നെ പെട്രോൾ മൈലേജ്, അങ്ങനെ എന്തൊക്കെയാണ് ബള ഓൾ ദ തിങ്സ്. സോ ഇപ്പോൾ ഞാൻ ആക്ച്വലി ഉള്ളത് ഒരു പെട്രോൾ ബങ്കിലാണ്. സോ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഫോണെല്ലാം ചാർജ് ചെയ്യാനിട്ടിട്ട് ചെയിൻ ക്ലീനിങ് ആൻഡ് ലൂബ്രിക്കേഷൻ ആൻഡ് എയർ ഫില്ലിങ്. ലൈക്ക് ഞാനിപ്പോൾ ഒരു അപ്പ് ഹിൽ ലൈക്ക് എത്ര ബെൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല, ഒരു ലൈക്ക് ചുരം കയറി ഇങ്ങനെ പോവാണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ്. സോ ബിറ്റുകളിൽ ഫോൺ ചാർജ് ചെയ്യാനിട്ടോ ലൈക്ക് ഈ പ്ലഗ്
ഈ ഫോൺ ചാർജ് ചെയ്യാനിട്ടിട്ട് സെക്കൻഡറി ഫോണാണ്. സോ ഈ സ്വിച്ച് ഉണ്ടായിരുന്നു, സ്വിച്ച് ഓഫ് ആക്കിയിട്ടിട്ട് ഇത്ര നേരം ചാർജ് ചെയ്യാൻ, ഒരു ഹാഫ് ആൻ അവർ ഓൾമോസ്റ്റ് ലൈക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ചാർജ് ചെയ്യാനിട്ടു. അടിപൊളി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഈ കാണുന്ന ബോൾട്ട് ഉണ്ടോ, ഈ കാണുന്ന കൾട്രേറ്റ് ബോൾട്ട് ലൂസായിട്ടുണ്ട്. സോ ഇതിങ്ങനെ കിടന്ന് അടിക്കാണ്. ഇതിപ്പോൾ ഇവിടെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. ഇത് കുറേ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കണ്ടാറ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കണ്ട കാരണം ലൈക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. ഇത് ടൈറ്റ് ചെയ്യാൻ പോകേണ്ട വേ നിയറസ്റ്റ് ലൈക്ക് 2-3 മെക്കാനിക്സ് ഉണ്ട്. ഞാനൊരു ഹെയർ പിൻ കയറാൻ പോകുന്ന സമയത്താണ് ഈ ഒരു പണി കിട്ടിയത്. സോ ഇതല്ലാണ്ട് ഒരു അടിപൊളി ഒരു അടിപൊളി പണി കിട്ടിയിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബൈക്കിൻ്റെ അടിയിൽ ക്ലാസിക് 350യുടെ ബോൾട്ട്സ് വരുന്നത് ഇത് ഔട്ട് വരുന്ന ബോൾട്ടാണ്. ഈ ഒരു ബോൾട്ടിൽ നിന്നാണ് ഓയിൽ ഔട്ട് ആവുന്നത്. ലൈക്ക് ഇവിടെയാണ് ലൈക്ക് ഇതിൻ്റെ എയർ ഫിൽറ്റർ കാര്യങ്ങൾ ഫിൽറ്റേഴ്സ് കാര്യങ്ങളായിരിക്കുന്ന ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം. സോ ഈ ഒരു ബോൾട്ട് ലൂസാണ് ആൻഡ് ഓയിൽ ലൈക്ക് ടോട്ടലി റണ്ണിങ് ഔട്ട് ഓഫ് ഓയിൽ. എപ്പോൾ ആണെങ്കിലും പണി കിട്ടിയേനെ. ഇപ്പോൾ നേരത്തെ ക്ലീനിങ് കാര്യങ്ങൾ നോക്കിയില്ലായിരുന്നെങ്കിൽ ഹെയർ പിൻ കയറാനുള്ള ഒരു പ്ലാനിൽ പോകുമ്പോൾ പോണ വഴിക്ക് പിസ്റ്റനെല്ലാം കയറി പിടിച്ച് അടിപൊളിയായേനെ. സോ ഇത് മോട്ടോർ സൈക്കിളിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഇതൊരു അടിപൊളി ലൈക്ക് എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ കുറേ അടിപൊളി ട്വിസ്റ്റിംഗ് പ്ലേസ് കിട്ടാറുണ്ട്. ഇതിപ്പോൾ ലക്കിനാണ് കണ്ടത്. ലൈക്ക് ഇവിടെ കുറച്ച് ഓയിൽ ഇരിക്കുന്ന കാരണം എന്താണ് സംഭവം നോക്കിക്കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബോൾട്ട് കാര്യങ്ങളെല്ലാം ലൈക്ക് ഫക്ഡപ്പ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ. ഇത് ഇനി ആദ്യം ഫിക്സ് ചെയ്യണം ആൻഡ് ഓയിൽ ലൈക്ക് ലെവൽ ടോട്ടലി ലോ ആണ്. നോർമൽ ഓയിൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ ക്ലാസിക് 350യുടെ ഈ പോയിന്റ്സിലായിരിക്കും ഓയിൽ ലെവൽ കാണുക. സോ ഈ ഒരു പോയിന്റിൽ ലൈക്ക് ഓൾമോസ്റ്റ് ഫുൾ ഈ ഒരു പോയിന്റ് ഭയങ്കര ലോ ആണ്. സോ ആ പോയിന്റൊക്കെ ഭയങ്കര താഴെയായിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഹൗ ലൈക്ക് മോട്ടോർ സൈക്ലിംഗ് ഗോയിങ് ഓൺ. സോ ഇതാണ് കറൻ്റ്ലി നിൽക്കുന്ന സ്പോട്ടിൽ നിന്നുള്ള വ്യൂ കാര്യങ്ങളെല്ലാം. ബൈക്ക് ഇവിടെ കാര്യങ്ങളെല്ലാം സെറ്റാണ്. സോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ബൈക്ക് ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്തു. എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് എല്ലാം അയച്ച് ക്ലീൻ ചെയ്തു. ലൈക്ക് എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് ലൈക്ക് ബോക്സിൻ്റെ ഉള്ളിൽ കുറച്ച് അയക്കുണ്ടായിരുന്നു, അത് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഈ ചെയിൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്താ ഒരു ടാസ്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയിൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചെയിൻ ഫുൾ ലൈക്ക് ഡസ്റ്റായിരുന്നു, ഫുൾ പൊടിയായിരുന്നു. ലൈക്ക് കൽപ്പൊടി പോലത്തെ ചെറിയ പൊടികളായിരുന്നു ചെയിൻ്റെ ഉള്ളിൽ. ലൈക്ക് വീട്ടിലെല്ലാം അതെല്ലാം സെറ്റാക്കി റെഡി ആക്കിയിട്ടുണ്ട്. സോ ഇനി അടുത്തെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ദിസ് കൾട്രേറ്റ്, അതായത് ചെയിൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോൾട്ട് ലൂസാണെന്ന്. സോ ഇനിയുള്ള ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈക്ക് മെക്കാനിക് ഷോപ്പിൽ പോയിട്ട് ലൈക്ക് ഓയിൽ ഫുൾ ഔട്ട് ചെയ്തിട്ട് തിരിച്ച് പുതിയ ഓയിൽ റീഫിൽ ചെയ്യണം. ആൻഡ് ഇൻ ബിറ്റ്വീനിൽ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ക്ലീൻ ചെയ്യണം. സോ ഇപ്പോൾ ഒരു ലൈക്ക് പീരിയോഡിക് സർവീസ് പോലെ ആയിരിക്കും. ചെറിയൊരു ലൂബ്രിക്കേഷന് അതിനേക്കാൾ മുകളിലായിട്ടാണ് വരുന്ന കാര്യങ്ങളെല്ലാം. സോ ഇതാണ് മോട്ടോർ സൈക്ലിങ് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ എക്സ്പീരിയൻസും കാര്യങ്ങളും കിട്ടുന്നത്. ആൻഡ് ഞാനിപ്പോൾ ലൈക്ക് ഇവിടെ നിർത്താണ്ട് ഇനിയും ഒരു സ്ട്രെച്ച് എടുത്ത് ഒരു 50-60 കിലോമീറ്റേഴ്സ് പുഷ് ചെയ്ത് കയറണമെങ്കിൽ ഉറപ്പായിട്ടും ഒന്നുമില്ല തീരുമാനം. എഞ്ചിൻ ഫുള്ളി ടോട്ടലി പോയി 30,000-40,000 രൂപ അടുത്ത് ലൈക്ക് എഞ്ചിൻ വർക്കിനുള്ളത് തോന്നുന്നത്. ഇപ്പോൾ കറക്റ്റിന് ലക്കിന് ഒരു ഷെൽട്ടർ ലൈക്ക് ഷെയ്ഡ്സ് കാര്യങ്ങളെല്ലാം കണ്ടു. ഒടുക്കത്തെ വെയിൽ എന്ന് പറഞ്ഞാൽ ചുട്ട വെയിലാണ്. ഈ സമയത്ത് ഇത് ഇത്രയും കാര്യങ്ങൾ ലൈക്ക് കഷ്ടപ്പെട്ടതിൻ്റെ എഫേർട്ട് വേണമെങ്കിൽ എന്ന് പറയാം. ലൈക്ക് ഞാൻ മോട്ടോർ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാറില്ല. ബട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയ കാരണമാണ് ദിസ് ചേഞ്ചസ്. സോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? അതായത് ഇതുപോലെ എന്തെങ്കിലും ഒരു ലൈക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ലൈക്ക് മറക്കാണ്ട് കമൻറ്റ് ചെയ്യാം. സോ ഫൈനലി ദ മെഷീൻ ഈസ് ഗെറ്റിംഗ് റെഡി. ആൻഡ് ഈ കാണുന്ന വർക്ക്ഷോപ്പ് ഇവരാണ് ലൈക്ക് സ്പെയർസ് കാര്യങ്ങളെല്ലാം ലൈക്ക് സ്പെയർസ് അല്ല ലൈക്ക് ടൂൾ കിറ്റ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് മിഡ് ഓഫ് നവർ. സത്യം പറഞ്ഞാൽ ലക്ക് ഇങ്ങനെ കൊണ്ടുവന്നേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തമില്ല. ആക്ച്വലി എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാരണം കാണിച്ചു തരാം. സോ ഇതാണ് ബേ, ലൈക്ക് ഓയിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്ത ബേ ആണിത്. ഈ ബേയിൽ എത്ര ലിറ്റർ ഓയിൽ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതായത് വളരെ ചുരുക്കം ഒരു 30-40 അത്രയൊക്കെ ഇതിന് ഉണ്ടാവുള്ളൂ. സാധാരണ 1 ലിറ്റർ മിനിമം വേണം. 1 ലിറ്റർ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ഓയിൽ ലൈക്ക് വണ്ടിയിൽ വേണം. ലീക്കിംഗ് ഉണ്ടായിരുന്നു. ലീക്കിംഗ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ കാരണം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ വല്ല കാട്ടിലേക്ക് കയറണമെങ്കിൽ ലൈക്ക് എൻജിൻ ഫെയിലിയർ ആയിട്ട്
ലോക്കായാണ്. ദിസ് ഇസ് ഹൗ ലക്ക്, അതായത് എഫേർട്ട് ഇട്ടാണ് ലക്ക് വരുന്നത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും, അറിയില്ല എന്താന്ന്. ഫൈനലി റിക്കവറി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഓൾമോസ്റ്റ് സിറ്റി ഔട്ടറിലേക്ക് എത്തി. അപ്പം ശനി അറൗണ്ട് ഒരു 20-25-30 സംതിങ് കിലോമീറ്റേഴ്സ് പുഷ് ചെയ്ത് ഫൈനലി എപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്, സിറ്റിക്ക് പുറത്ത് വന്നൊരു ഫുഡ് കഴിക്കാൻ വെച്ചിരുന്നതാണ്. അതുകൊണ്ടുള്ള സമയം ഇപ്പോൾ ഏകദേശം 4. ഇനിയൊരു ലൈക്ക് 10 കിലോമീറ്റേഴ്സ് പുഷ് ചെയ്യണം. 10 കിലോമീറ്റേഴ്സ് പുഷ് ചെയ്തിട്ട് ഒരു ലൈക്ക് ഷോർട്ട് ബ്രേക്ക് ആൻഡ് ലെറ്റ്സ് സീ. അയ്യോ, അപ്പുറത്ത് ഡ്രംസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരും പേടിക്കണ്ട, ഒരാൾ മരിച്ചതിൻ്റെ ഡ്രംസാണ് തമിഴ്നാട്ടിലെ. ഫാക്ക്.